ഇന്ത്യയിലെ രവി നദിയിൽ നിന്നുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഷാംപൂർ കണ്ടി ബാരേജ് പദ്ധതി 2026 മാർച്ച് 31 പൂർത്തിയാകുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. വർഷങ്ങളായി ഇന്ത്യയിൽ മതിയായ സംഭരണ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം ഇതോടെ പൂർണ്ണമായും നിലയ്ക്കും. ജമ്മു കാശ്മീരിലെ കഡ്വ, സാംബ ജില്ലകളിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ജലസേചനം ഉറപ്പാക്കുകയാണ് ഈ സുപ്രധാന നീക്കത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 1960 സിന്ധു നദീജല കരാർ പ്രകാരം രവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളിലെ വെള്ളം നിയന്ത്രണങ്ങളില്ലാതെ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഇത്രയും കാലം ഈ അധിക ജലം പ്രയോജനപ്പെടുത്താത്തതിനാൽ അത് പാകിസ്ഥാനിലേക്ക് ഒഴുകുകയായിരുന്നു. ഈ വെള്ളം ഇനി മുതൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് കേന്ദ്ര ജലവിഭവ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ജമ്മു കശ്മീരിലെ 32,000 ഹെക്ടറിലധികം കൃഷിഭൂമിയിലേക്ക് പുതുതായി ജലസേചന സൗകര്യം ലഭ്യമാകും. കൂടാതെ പഞ്ചാബിലെ 5,000 ഹെക്ടറിലധികം കൃഷിഭൂമിക്കും ഈ പദ്ധതി ഗുണകരമാകും. ഏതാണ്ട് 46 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ അണക്കെട്ട് യാഥാർത്ഥ്യമാകുന്നത്. 1979 വിഭാവനം ചെയ്ത പദ്ധതിക്ക് 1982 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് തറക്കല്ലിട്ടത്. രഞ്ജിത് സാഗർ അണക്കെട്ട് 2001 പൂർത്തിയാക്കിയെങ്കിലും ഷാപൂർ കണ്ടി ബരോജിന്റെ പണി വിവിധ തർക്കങ്ങൾ മൂലം പലപ്പോഴും തടസ്സപ്പെട്ടു. 2018 കേന്ദ്രം 485 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചതോടെയാണ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാന്റെ കാർഷിക മേഖലയെയും ഭക്ഷ്യസുരക്ഷയെയും സാരമായി ബാധിക്കും. പാകിസ്ഥാന്റെ കാർഷിക ഭൂമിയുടെ 80% സിന്ധു നദീതടത്തെയാണ് ആശ്രയിക്കുന്നത്. കൂടാതെ അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 25% കൃഷിയിൽ നിന്നാണ്. ലാഹോർ, മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ കുടിവെള്ള വിതരണത്തെയും ജലലഭ്യതയിലെ കുറവ് പ്രതിസന്ധിയിലാക്കും.